LDFും UDFും ഉയർത്തിയ കിറ്റ് ആരോപണം ആവിയായെന്ന് BJP തൃശൂർ സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ്. TN പ്രതാപന്റെ ക്രമക്കേടുകൾ മറയ്ക്കാനാണ് പുതിയ നാടകം. തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾ മൂലം CPI നേതാവ് സുനിൽകുമാറിന് വിഭ്രാന്തിയായി എന്നും ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. ജില്ലയിൽ ഇങ്ങനെ ഇടത് വലത് മുന്നണികൾ കിറ്റ് വിവാദമൊക്കെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. യാഥാർത്ഥ്യബോധത്തോട് നിരക്കാത്ത കുറേയധികം വാദഗതികളുമായിട്ടാണ് LDFും UDFും രംഗത്ത് വരുന്നത്. കാരണം തൃശ്ശൂരിലായിരുന്നു ആദ്യം കിറ്റ് വിവാദമെങ്കിൽ ഇന്നലെ അത് മണലൂരിലേക്ക് വ്യാപിച്ചു. അവസാനം പരിശോധന നടത്തിയപ്പോൾ കിറ്റിരുന്നവിടത്ത് ഒന്നുമില്ല എന്നാണ് CCTVയിൽ നിന്ന് അടക്കം കണ്ടെത്തിയിരിക്കുന്നത്. അതോടുകൂടി ആ ഒരു TN പ്രതാപനും സംഘമൊക്കെ ഉന്നയിച്ചിട്ടിരിക്കുന്ന ആരോപണം ആവിയായി പോയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ആരോപണമൊക്കെ പല കോണിൽ നിന്നും ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ജില്ലാ പ്രസിഡന്റ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. BJPയുടെ സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബാണ് ചേരുന്നത്. കിറ്റ് വിവാദം ഉയർത്തിക്കൊണ്ടുവന്ന് ഏറെക്കുറെ അത് ആവിയായിരിക്കുകയാണ്. പുതിയ പല കണ്ടെത്തലുകളും അവർ കണ്ടെത്തുന്നു. ഈ സമയത്ത് എന്താണ് BJPയുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണം? അല്ല, BJPയെ സംബന്ധിച്ചിടത്തോളം ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ സുരേഷ് ഗോപി MP ലീഡെടുത്തിട്ടുള്ള എല്ലാ മണ്ഡലങ്ങളിലും സുശക്തമായിട്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. തീർച്ചയായും അവിടെയൊക്കെ ജയിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തുന്നത്. പാർട്ടിയുടെ പ്രവർത്തനം, ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ പ്രവർത്തനം വളരെ സുശക്തമായി മുന്നോട്ട് പോകുന്ന സമയത്ത് പരാജയഭീതി മൂലം ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാം പലതരത്തിലുള്ള ആരോപണങ്ങൾ നടത്തുന്നു. ഇപ്പോൾ വാടനപ്പള്ളിയിൽ സംഭവിച്ചത് കൃത്യമായി ഇന്നലത്തോടു കൂടി അതിന് കൃത്യമായിട്ടുള്ള തെളിവുകളടക്കം പുറത്തു വന്നു. അതുമായി ആ സംഭവവുമായി ആ സ്ഥാപനത്തിൽ അത്തരത്തിലൊരു കിറ്റ് നിർമ്മാണമോ ഭാരതീയ ജനതാ പാർട്ടിക്കോ മറ്റു ദേശീയ ജനാധിപത്യ സഖ്യത്തിന് മറ്റു കക്ഷികൾക്കോ യാതൊരു ബന്ധവുമില്ലെന്ന് കൃത്യമായതാണ്. പക്ഷേ കോൺഗ്രസ് ചെയ്യുന്നത് മുരിയാട് ഗ്രാമപഞ്ചായത്ത് മുൻ അധ്യക്ഷനായിരുന്ന കോൺഗ്രസ് ലീഡറുടെ പേരിൽ വലിയ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പണപ്പിരിവ് നടത്തി. ആ പണപ്പിരിവ് അവരെ പാർട്ടിക്കകത്ത് ചോദ്യം ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ അത് പുറത്തു വന്നു. അതിലെ ജാള്യത മറച്ചു വയ്ക്കാൻ വേണ്ടി പ്രതാപനും കൂട്ടുകാരും നടത്തുന്ന ചില ഗിമ്മിക്കുകളാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. അത് മാത്രമല്ല, ഇപ്പം മറ്റേ VS സുനിൽകുമാർ വലിയൊരു ആരോപണം, നമ്മളത് വളരെ ഗൗരവത്തോടു കൂടി ആ ഒരു ആരോപണത്തെ കാണുകയും കൂടെ വേണം. കാരണം ആ ഒരു ഘട്ടത്തിൽ പുള്ളി ഇപ്പോൾ പറയുന്നത് തുടർച്ചയായിട്ട് തൃശ്ശൂരിലേക്ക് കേന്ദ്രമന്ത്രിമാരെത്തുന്നത് പണച്ചാക്കും കൊണ്ടാണ് ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങുന്നതാണ്. ഇതിനോടെന്താണ് BJPയുടെ ഒരു പ്രതികരണം? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം സുനിൽകുമാറിൻ്റെ പ്രവൃത്തികളിലും വാക്കുകളിലെല്ലാം വലിയൊരു വിഭ്രാന്തിയുണ്ട്. അദ്ദേഹം ഒരിക്കലും പരാജയം പ്രതീക്ഷിച്ചിരുന്നില്ല. ശ്രീമാൻ സുരേഷ് ഗോപിയുടെ മുമ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന് സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ട പോലെയാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. ഭാരതീയ ജനതാ പാർട്ടി അതൊന്നും കാര്യമായി എടുക്കുന്നില്ല. അതേപോലെ തന്നെ പല സ്ഥലങ്ങളിൽ ഇത്ര ആരോപണം കൊണ്ടുവരുന്നുണ്ട്. അതപ്പോൾ ഇതൊന്നും BJPയുടെ വോട്ടിങ്ങിനെ ബാധിക്കില്ല, കൃത്യമായിട്ടുള്ള പ്രചാരണമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചിട്ടയായി നടക്കുന്നു. എന്തായാലും അത് തന്നെയാണ് BJPയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ടൊന്നും BJPനെ തടുക്കാനാവില്ലെന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. അതേപോലെ തന്നെ ഇന്നലെ നാട്ടികയിലെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള CC മുകുന്ദൻ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ജില്ലാ അധ്യക്ഷനും പറഞ്ഞിരിക്കുകയാണ്. കാരണം ഈ VS സുനിൽകുമാറിൻ്റെ ആരോപണങ്ങളെ അത് വളരെ അവജ്ഞയോടുകൂടി തള്ളിക്കളയുന്നു. വിഭ്രാന്തി കൊണ്ട്, തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന അത്തരം വാക്കുകളെ അവർ അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. വളരെ വിജയപ്രതീക്ഷയിലാണ് BJP ഉള്ളത്. മനുകർഷയ്ക്കൊപ്പം സാനു കെ സജീവ്, ജനം, തൃശ്ശൂർ.